ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന വർക്ക് ഇതാണ്. ഒരു CSOT പാനലാണ്. ST4251D01 നമ്പറാണ്. ഇവിടെ പാനലിൻ്റെ ഐഡിയിലും ഈ നമ്പർ തന്നെയുണ്ട്. ST4251D01 3XL3 എന്ന് പറഞ്ഞ മോഡല്. അപ്പോൾ ഈ പാനലിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സെറ്റ് ഒന്ന് ഓണാക്കാം. സെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് വരുന്നതെന്ന് നോക്കാം. ഒരു ഫ്ലാഷിങ് വന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പാനലിൽ എന്താണ് സംഭവിച്ചത്? ഒരു ഫ്ലാഷിങ് വന്ന് കട്ടാവുകയാണ് ചെയ്തത്. അപ്പം നമുക്കിനി ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. എന്താണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ള കാര്യം. ഫ്ലാഷിങ് വന്ന് മ്യൂട്ടായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ആദ്യം നോക്കേണ്ടത്, ഇത് നേരത്തെ ഒരു പ്രാവശ്യം ചെയ്തു വിട്ട സെറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പം അതായത് ഇത് കട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ സൈഡ് നോക്കുമ്പോൾ നമുക്ക് CKV ലൈനുകളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എല്ലാം റീജോയിൻ ചെയ്തേക്കുവാണ്. കൂടാതെ LC1 LC2 കട്ട് ചെയ്തിട്ട് TFT സൈഡ് കണ്ടിന്യൂറ്റി ഷോട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വരുന്ന 3 പ്രിൻറ്റുകൾ കറക്റ്റായിട്ടും റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ ഫീഡ്ബാക്ക് ലൈൻ ആദ്യത്തെ 3 കട്ട് ചെയ്ത് കളഞ്ഞേക്കുവാണ്. അപ്പം ഇത് നമുക്ക് കിട്ടുന്നത് റൈറ്റ് സൈഡിലെ ഓപ്ഷൻസ് ആണ്. റൈറ്റ് സൈഡിൽ നമുക്ക് ഫീഡ്ബാക്ക് 3 പിന്നും LC1 LC2 കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ രീതിയിലായിരിക്കാം വർക്ക് ചെയ്യിപ്പിച്ചത്. കാരണം ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് നമുക്ക് 2 സൈഡ് ഇതേപോലെ ചെയ്യുമ്പോൾ ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് കിട്ടും. അങ്ങനെ ഇത് വർക്ക് ചെയ്യിച്ചിട്ടുണ്ടാകാം. കുറേ നാൾ ഓടി കഴിഞ്ഞിട്ട് വീണ്ടും കംപ്ലൈൻറ്റ് വന്നതാകാം. അപ്പം നമ്മളുടെ വന്നപ്പോൾ ഇപ്പോൾ ഈ ഒരു പൊസിഷനാണ്. ഒരു സൈഡ് ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് നോക്കുമ്പോൾ അടുത്ത സൈഡിലും അതേപോലെ തന്നെ നമ്മുടെ 3 ഫീഡ്ബാക്ക് ലൈനുകൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വരുന്ന 2 ലൈൻസ് LC1 LC2 എന്ന് പറഞ്ഞ 2 ലൈൻസ് അതും കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം ടോട്ടൽ ഈ സൈഡും 3 2 5 ലൈൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഈ പാനൽ നോർമലി ഫസ്റ്റ് ടൈം എന്താണ് ചെയ്യുന്നത്? ഫീഡ്ബാക്കിൻ്റെ 3 ലൈൻ ഈ സൈഡ് കട്ട് ചെയ്യും, LC1 LC2 കട്ട് ചെയ്യും. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും ഫീഡ്ബാക്കിൻ്റെ 3 പിന്നെ ഈ സൈഡ് കട്ട് ചെയ്യും, LC1 LC2 ഇവിടെ കട്ട് ചെയ്യും. അങ്ങനെ നമ്മളിത് ഓടിക്കാറുണ്ട്. അപ്പം ഇപ്പോൾ ഇതിന് മുമ്പ് ചെയ്ത ടെക്നീഷ്യൻ ഉറപ്പായിട്ടും ആ രീതിയിൽ ചെയ്തിട്ട് ഓടിച്ചിരിക്കും. അതാണ് കുറച്ച് ആൾ ഓടിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇത് റിപ്പീറ്റ് ആയെന്ന്. ഇപ്പോഴത്തെ കംപ്ലൈൻ്റ് ആണ് നിങ്ങൾ കണ്ടത്. ഒരു പ്രാവശ്യം കൂടെ കാണിക്കാം. സെറ്റ് ഓൺ ചെയ്യുകയാണ്. ഉണ്ട്, ഒരു ഫ്ലാഷിങ് വന്ന് പോകുന്നതല്ലാതെ യാതൊരു വിധത്തിലുള്ള റിയാക്ഷൻസും ഇല്ല. ഫ്ലാഷിങ് വന്നിട്ട് ഓഫായി പോകുന്നു. അപ്പോൾ നമുക്ക് ഈ പാനലൊന്ന് റെഡിയാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ.